കണക്ക് പിള്ളേ, എന്തോ ഈ ഹൗസിംഗ് ലോൺ എല്ലാവർക്കും ഒരു ബാധ്യതയാണല്ലോ. അതെങ്ങനെ ഒന്ന് പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുക? ഓക്കെ, ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിട്ടി പിടിച്ചിട്ട് ഹൗസിംഗ് ലോൺ അടയ്ക്കുക, അങ്ങനെ കുറച്ചധികം വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഹൗസിംഗ് ലോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 20 വർഷത്തെ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ ഒരു 10 വർഷം വരെ നമ്മുടെ മേജറായിട്ട് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 20,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 2,000 രൂപ 1,000 രൂപ എങ്ങാനും മാത്രമേ പ്രിൻസിപ്പളിലോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ബാങ്കുമായിട്ട് സമീപിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ EMI-യിൽ ഒരു 5,000 10,000 എത്രയാണോ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൂട്ടി അടയ്ക്കുക. അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, പ്രിൻസിപ്പളിലോട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് പോകും. അതുപോലെ നിങ്ങൾക്ക് ആദ്യമേ ഈ എമൗണ്ട് അടച്ചു പോകാൻ പറ്റിയാൽ അവസാനം നമുക്കൊരു 20 വർഷത്തെ ലോൺ ആണെങ്കിൽ ചിലപ്പോൾ അത് 15 വർഷത്തിലോ 16 വർഷത്തിലോ നിങ്ങൾക്ക് തീരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മേജറായിട്ടുള്ള എമൗണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പ്രിൻസിപ്പളിൽ കാശ് അടഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിൻസിപ്പളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. മാക്സിമം ഒരു മന്ത്ലി ഇൻകം നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുകയും അതിൻ്റെ കൂടെ ഗ്രാജുവലി ഇതിലൂടെ അടച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാശ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും. കൂടുതൽ അറിയാനായിട്ട് കണക്ക് പിള്ളേ ഫോളോ ചെയ്താൽ മതി.